കടല് പോലെ കിടക്കുന്ന കേരള PSCയുടെ സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സിലബസിനകത്ത് തന്നെ ചരിത്രം വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്, അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകൾ കവർ ചെയ്ത ഈ പറയുന്ന ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കാനായിട്ട് നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഈ പഠിക്കുന്ന ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് വളരെ സെലക്റ്റീവ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ കേരള PSC നടത്തിയ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്ക് വൈസ് ആയിട്ട് സെലക്ട് ചെയ്ത് വന്നിട്ടുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുകയുണ്ടായി. ഈ പുസ്തകത്തെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ വന്നിട്ടുള്ളത് ലാമാൻ സൊല്യൂഷൻസിന്റെ 2 പുസ്തകങ്ങളാണ്. എന്ന് പറയുമ്പോൾ ഒന്ന് പാർട്ട് 1ഉം ഇത് പാർട്ട് 2ഉമാണ്. ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല വെയിറ്റ് ഉള്ള, നല്ല ഭാരമുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഇതിനകത്ത് നിങ്ങൾക്ക് റാങ്ക് ഫയല് പോലെയുള്ള കാര്യങ്ങളല്ല പഠിക്കാനുള്ളത്. പകരം ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, റാങ്ക് ഫയൽ ആണെങ്കിൽ അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് നിങ്ങൾ പഠിച്ച ശേഷം നിങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്കൊരു എക്സാമിനേഷൻ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിന്റെ കാര്യം നമുക്കറിയാം. എന്താണ്? 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനുണ്ട് അല്ലെ. 1911 അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? തിരുവിതാംകൂറിലെ നാഷണൽ സെയിന്റ് ആയിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം യോഗ അഭ്യാസിച്ചത് തൈക്കാട് അയ്യയിൽ നിന്നാണ്, ഹഠയോഗയാണ് പഠിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു പോർഷൻ പഠിച്ചിട്ട് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് മേഖല നിങ്ങൾ കവർ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തില് ഈ പുസ്തകം നിങ്ങൾക്ക് അത് ഉറപ്പ് നൽകും. എന്ന് വെച്ചാല് വേറൊന്നുമല്ല, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് നിങ്ങൾ ഇൻഡെക്സ് എടുക്കുക, ഈ പുസ്തകത്തിന്റെ ഇൻഡെക്സ് എടുക്കുക. ഇൻഡെക്സ് എടുത്തതിന് ശേഷം ഇതിനകത്ത് ഇപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക് എടുത്ത ശേഷം അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏകദേശം 50-60 ചോദ്യങ്ങളാണ് ഈ പുസ്തകത്തിൽ റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ ഓരോ ടോപ്പിക്ക് നമ്മുടെ കേരള PSC സിലബസിനകത്തുള്ള ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാംസ് സെലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സാംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക് എക്സാം എന്ന് പറയുന്ന ലാമാൻ സൊല്യൂഷൻസിന്റെ പുസ്തകമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. 10ാം ക്ലാസ് തൊട്ട് ശ്രദ്ധിക്കുക, കേരള PSCയുടെ 10ാം ക്ലാസ് ലെവൽ തൊട്ട് +2 ലെവൽ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷ വരെയുള്ള ഏത് പരീക്ഷയുടെ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ പറയുന്ന പുസ്തകം എന്തായാലും മുതൽക്കൂട്ടായിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട, ഗ്യാരണ്ടിയാണ്. ഞാൻ സാധാരണ ഈ പറയുന്ന റാങ്ക് ഫയലും കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാത്തതാണ്. പക്ഷേ ഈ പുസ്തകം നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ ഒരു സംശയം ഇല്ലാത്തതിനാലാണ് ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിലോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട. കാര്യം ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു രീതിയിലാണ്, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ ഒരു PDF രീതി അല്ലെങ്കിൽ PDF റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പോ ലോക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ലോകഭൂമിശാസ്ത്രത്തിന് അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക് എക്സാം, അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക് എക്സാം, ഭൗമോപരിതലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക് എക്സാം, താപനിലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക് എക്സാം, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ്, ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ടോപ്പിക് എക്സാമുകൾ ഉണ്ട്. എന്താണ്? അതിന്റെ ആമുഖവുമായി ബന്ധപ്പെടുത്തി, അതുപോലെ തന്നെ പൗരത്വം, മൗലിക അവകാശങ്ങൾ, അങ്ങനെ എല്ലാമായി ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ള മോഡൽ എക്സാംസ് അല്ലെങ്കിൽ ടോപ്പിക് എക്സാമുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. കേരളം ഭരണ സംവിധാനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക് എക്സാംസ്, അതുപോലെ തന്നെ ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം, കായികം, അതുപോലെ തന്നെ കലാകായികം, സാഹിത്യം, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമനങ്ങൾ, അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ പാർട്ട് 1നകത്താണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക അതിൻ്റെതായിട്ടുള്ള ചരിത്രം, ഹിസ്റ്ററി കിട്ടുന്നുണ്ട്, ജോഗ്രഫി, അതുപോലെ തന്നെ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ PSCയുടെ ഓരോ ടോപ്പിക്കും അവർ കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഈ ബുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ അവർ പണിപ്പെട്ടതെന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നും അല്ല എന്നുള്ള കാര്യം ഈ പുസ്തകം ഒന്ന് നോക്കിയ ശേഷം, ഈ പുസ്തകം ഒന്ന് ഒരാഴ്ച ഞാനൊന്ന് വായിച്ച ശേഷം എനിക്കത് കൃത്യമായി മനസ്സിലായ ഒരു കാര്യമാണ്. കാര്യം
കൃത്യമായി അതിന്റെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക, അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻസും ക്വസ്റ്റ്യൻസും വെച്ചിട്ട് ഓരോ ടോപ്പിക്കായിട്ട് ഇങ്ങനെ എക്സാംസ് റെഡിയാക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന 2 വോളിയമായിട്ടാണ്. വോളിയം 1ഉം വോളിയം 2ഉമായിട്ടാണ് ഈ പുസ്തകങ്ങൾ കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ബുക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ബുക്ക് ആവശ്യമാണ്. ഇതിന് ഏകദേശം 2200 രൂപയാണ് ഈ ബുക്കിന്റെ വില വരുന്നത്. ഈ 2 പുസ്തകത്തിനും കൂടി 2200 രൂപയാണ് വില വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം ആയിട്ടുള്ളത്, വെച്ചാൽ നിങ്ങൾ എത്ര കാലം PSC എഴുതുന്നോ, എത്ര കാലം SSC എഴുതുന്നോ, അത്രയും കാലത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പുസ്തകം എന്തായിരിക്കും, ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒറ്റ തവണയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. എത്ര കാലം വേണമെങ്കിൽ നിങ്ങൾക്ക് പുസ്തകം ഉപയോഗിക്കാം. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് അവർ ഈ പറയുന്ന ബുക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തായാലും 2200 രൂപയാണ് പുസ്തകത്തിന്റെ വില വരുന്നത്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഞാൻ ഇതിന്റെ ബുക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഓഫറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനകത്ത് ഡെലിവറി ചാർജ് വരുന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ബുക്ക് ഓർഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ടോപ്പിക് എക്സാം എന്നൊരു കമന്റ് ഇടുക. എന്താണ് ടോപ്പിക് എക്സാം എന്ന് പറയുന്ന ഒരു കമന്റ് ഇടുക. വീഡിയോയിൽ കമന്റ് ഇട്ടാൽ മതി. എന്നിട്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട്, നിങ്ങൾ ഈ കമന്റ് ഇട്ടതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാനായി കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ താഴെ കാണുന്ന ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പിലോ നേരിട്ടോ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയോ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായി കഴിയും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഈ കമന്റ് ബോക്സിന്റെ താഴെ ടോപ്പിക് എക്സാം എന്നൊരു കമന്റ് ഇട്ട ശേഷമാണ് നിങ്ങൾ ഈ ബുക്ക് ഓർഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ബുക്ക് നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ ഫ്രീ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ നല്ലൊരു പുസ്തകമാണ്. ഞാൻ ഇത്രയും പറയാനുള്ള കാര്യം, നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിലും ഇത്രയും പേജസ് ആണ് ഉദ്ദേശിച്ചത്. ഇത്രയും പേജ് ക്വാണ്ടിറ്റിയിലും ഇത്രയും ക്വാളിറ്റിയിലും പേപ്പർ ക്വാളിറ്റി ആയാലും കണ്ടന്റ് ക്വാളിറ്റി ആയാലും വളരെ നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ എന്തായാലും ഇത്രയും ക്വാളിറ്റിയിലും നമുക്കൊരു പുസ്തകം, ഒരു റെഫറൻസ് പുസ്തകം പോലെ, നമുക്കൊരു എക്സാം പുസ്തകം പോലെ, നമുക്കൊരു ടോപ്പിക് എക്സാം പുസ്തകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും അതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും പരീക്ഷ എഴുതാൻ പോകുന്ന 10th ലെവൽ തൊട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷ എഴുതാൻ പോകുന്നവർ ഈ ഒരു പുസ്തകം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ ബുക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടോപ്പിക് എക്സാം എന്നൊരു കമന്റ് ഇടുക. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ ബുക്ക് വാങ്ങിക്കാനായി കഴിയുന്നതാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിന്റെ ഒരു PDF അല്ലെങ്കിൽ ഈ ബുക്കിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ പറയുന്ന ടോപ്പിക് എക്സാം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ എങ്ങനെയാണ് ഇവർ കണ്ടന്റ് കവർ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് പോർഷൻസ് ആയിട്ട് ഇവർ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി മേഖലയിൽ ചരിത്രത്തെ തന്നെ അവർ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം. അങ്ങനെ ഭൂമിശാസ്ത്രത്തെ അവർ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, സാമ്പത്തിക ശാസ്ത്രമുണ്ട്, ഭരണഘടനയുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും എന്തല്ല, നമ്മുടെ സാധാരണ എല്ലാ റാങ്ക് ഫയലിലും കാണുന്ന പോലെ ടോപ്പിക്കുകളല്ല, ഇതെല്ലാം ടോപ്പിക് എക്സാംസ് ആണ്. എന്ന് പറയുമ്പോൾ കേരള ചരിത്രത്തിൽ തന്നെ അവർ ഡിവൈഡ് ചെയ്യുന്നത് ഒരുപാടായിട്ട് ഡിവൈഡ് ചെയ്യണം. കാരണം യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്ന ആദ്യത്തെ 4 പേജിൽ. അതിനുശേഷം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഈ പറയുന്ന അടുത്ത പേജിൽ. അതിനുശേഷം തിരുവിതാംകൂർ ചരിത്രം പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് 32 മുതൽ 37 വരെ ഈ തിരുവിതാംകൂർ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ചരിത്രം പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലിപ്പോ നമുക്ക് റാൻഡം ആയിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് നമുക്ക് ഇപ്പോൾ എടുത്തു നോക്കാം. ഇത് നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് ഈ പറയുന്ന ഹിസ്റ്ററിയിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് വെച്ച് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എത്ര ചോദ്യങ്ങളാണ് ഇവർ ഇതിനകത്ത് അറേഞ്ച് ചെയ്തത് വിത്ത് ഓപ്ഷൻസ്. അപ്പൊ കയ്യിൽ ഒരു MCQ പുസ്തകം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ഇത് ചെയ്തു നോക്കാം. ഇതിൽ ഈ പറയുന്ന ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 50 ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് 50ഉം 60ഉം ചോദ്യങ്ങളാണ് അവർ എന്ത് ചെയ്തത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ആരെയാണ് ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാമോ ഇതിൽ ഉത്തരം വരുന്ന ആരെയാണ്?
ഒലിവർ ക്രോംവെൽ ആണ് അല്ലെ, ഒലിവർ ക്രോംവെൽ. അങ്ങനെ നമുക്ക് അറിയാത്ത ഒരുപാട് റെയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. ഇനിയുള്ള പരീക്ഷകളിൽ ഈ പറയുന്ന റെയർ ഫാക്റ്റുകൾ തന്നെയാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകളാണ് എന്ത് ചെയ്യുന്നത് പഠിച്ച ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലാം ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം, ഈ ടോപ്പിക് എക്സാം എന്ന് പറയുന്ന ഒരു ബുക്കിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് എന്ത് ചെയ്യുക, ബുക്ക് ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ടോപ്പിക് എക്സാം, നേരത്തെ പറഞ്ഞതാണ്, ടോപ്പിക് എക്സാം എന്ന് പറയുന്ന ഒരു കമന്റ് നിങ്ങൾ ഇട്ട ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർക്ക് ഈ പറയുന്ന വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും, ബുക്ക് ഓർഡർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ 10th ലെവൽ തൊട്ടുള്ള എല്ലാ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു ബുക്ക് നിങ്ങളൊന്ന് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവലിന്റെ പ്രിലിംസും മെയിൻസിനും ഉൾപ്പെടെ SSC, അതുപോലെ തന്നെ കേട്ടറ്റ് പരീക്ഷ ഉൾപ്പെടെ എല്ലാ പരീക്ഷയ്ക്കും ഇത് ഉപയോഗപ്രദമായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു അറിവ് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിൽ, PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആവശ്യം താല്പര്യമുള്ളവര് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു കമന്റ് ഇട്ട ശേഷം നിങ്ങൾ ബുക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാനായി കഴിയും. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബുക്ക് എല്ലാവരും, എൻ്റെ അഭിപ്രായത്തിൽ ഈ PSC പരീക്ഷ എഴുതുന്ന എല്ലാവരും ഈ ബുക്ക് വാങ്ങിക്കണം, നല്ല ബുക്കാണ്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയും അപ്ഡേറ്റും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.